ഹായ് ഫ്രണ്ട്സ്, ലോഹബിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് BNSSലെ മെയിന്റനൻസ് ഓഫ് പബ്ലിക് ഓർഡർ ആൻഡ് ട്രാൻക്വിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കാണ്. നമ്മുടെ BNSSലെ മെയിന്റനൻസ് ഓഫ് പബ്ലിക് ഓർഡറിനെ നമ്മൾ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ വരുന്നത് അൺലോഫുൾ അസംബ്ലി ആണ്, രണ്ടാമത്തേത് പബ്ലിക് ന്യൂസൻസ് ആണ്, മൂന്നാമത്തേത് അർജന്റ് കേസസ് ഓഫ് ന്യൂസൻസ് ആണ്, നാലാമത്തേത് ഡിസ്പ്യൂട്ട് ആസ് ടു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആണ്. നമ്മുടെ BNSSന്റെ ചാപ്റ്റർ 11ലാണ് മെയിന്റനൻസ് ഓഫ് പബ്ലിക് ഓർഡറിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആദ്യത്തെ ഡിവിഷനായ അൺലോഫുൾ അസംബ്ലി എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പൊ ഇതിൽ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് സെക്ഷൻ 148 ആണ്. ഇതിൽ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്പേഴ്സൽ ഓഫ് അസംബ്ലി ബൈ യൂസിങ് സിവിൽ ഫോഴ്സ് ആണ്. അതായത് സിവിൽ ഫോഴ്സ് വെച്ചിട്ട് എങ്ങനെ ഒരു അൺലോഫുൾ അസംബ്ലിനെ ഡിസ്പേഴ്സ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ സെക്ഷൻ 148 നോക്കുന്നത്. ഇവിടെ പറയുന്നത് 5 അതിലധികം ആൾക്കാർ അൺലോഫുൾ ആയിട്ട് ഒരു അസംബ്ലി ചേർന്നിട്ടുണ്ടാവണം എന്ന് പറയുന്നുണ്ട്. അതായത് നമുക്ക് അതിനെ ഡിസ്പേഴ്സ് ചെയ്യണമെങ്കിൽ 5 അതിലധികം ആൾക്കാർ അവിടെ ഒരു അൺലോഫുൾ അസംബ്ലി ചേർന്നിട്ടുണ്ടാവണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു അസംബ്ലി നമ്മുടെ പബ്ലിക് പീസിനെ ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ടാവണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു അസംബ്ലി നടക്കുകയാണെങ്കിൽ അതിനെ ഡിസ്പേഴ്സ് ചെയ്യാനുള്ള അവകാശമുള്ളത് നമ്മുടെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിനായിരിക്കും. ഇനി എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് അവിടെ ഇല്ലെങ്കിൽ ഏതെങ്കിലും പോലീസ് ഓഫീസർക്ക് ഈ അസംബ്ലിനെ ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. പക്ഷെ ഇവിടെ പറയുന്നുണ്ട് പോലീസ് ഓഫീസറുടെ റാങ്ക് എന്ന് പറയുന്നത് സബ് ഇൻസ്പെക്ടർക്ക് താഴെ ആവാൻ വേണ്ടി പാടില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഫസ്റ്റ് ചെയ്യേണ്ടത് ഈ അസംബ്ലി ഡിസ്പേഴ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓർഡർ പാസ്സാക്കുകയാണ് ഇവിടെ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ടതെന്നും സെക്ഷൻ 148 പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പാസ്സാക്കുന്ന ഈ ഓർഡർ ഒന്നിക്കൽ നമുക്ക് സ്പോക്കൺ ആയിട്ട് പറയാം, അല്ലെങ്കിൽ ഇതിനൊരു അനൗൺസ്മെന്റ് രീതിയിൽ നടത്താന്നുള്ളതാണ്. അത് പബ്ലിക്കലി തന്നെ ആയിരിക്കണം ഈ സാധനം പറയേണ്ടത് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ എന്നിട്ടും ഈ അസംബ്ലി ഡിസ്പേഴ്സ് ആയിട്ടില്ലെങ്കിൽ, അതായത് നമ്മൾ ഈ ഓർഡർ കൊടുത്തതിന് ശേഷവും ഈ അസംബ്ലി ഡിസ്പേഴ്സ് ആയിട്ടില്ലെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ സിവിൽ ഫോഴ്സിനെ യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഇനി അത്രയും നെസസറി ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഫോഴ്സിനെ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സിവിൽ ഫോഴ്സിനെ യൂസ് ചെയ്യുന്നത് നമ്മുടെ ആ ഒരു പീസ് അല്ലെങ്കിൽ പബ്ലിക് ഓർഡർ റീസ്റ്റോർ ചെയ്യാന്നുള്ള ലക്ഷ്യത്തോടെ മാത്രമായിരിക്കണം എന്നും ഈ സെക്ഷനിൽ പറയുന്നുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സെക്ഷൻ 149 ആണ്. 149 പറയുന്നത് യൂസ് ഓഫ് ആംഡ് ഫോഴ്സ് ആണ്. അതായത് നമ്മൾ ഈ ഒരു അസംബ്ലി ഡിസ്പേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ആംഡ് ഫോഴ്സിനെ യൂസ് ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ് സെക്ഷൻ 149 പറയുന്നത്. അപ്പൊ ഇവിടെ ആംഡ് ഫോഴ്സിനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി സിവിൽ ഫോഴ്സിനെ യൂസ് ചെയ്യാന്ന് പറഞ്ഞു. അതായത് പോലീസ് ഫോഴ്സിനെ യൂസ് ചെയ്തിട്ട് അവിടെ അസംബ്ലി ഡിസ്പേഴ്സ് ആവുന്നില്ലെങ്കിൽ മാത്രമേ നമുക്കിവിടെ ആംഡ് ഫോഴ്സിനെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റൂ എന്നുള്ളതാണ് പറയുന്നത്. അതും ഇന്ത്യയിൽ അർജന്റ് ആയിട്ടുള്ളതോ ഗ്രേവ് ആയിട്ടുള്ളതോ ഉള്ള സിറ്റുവേഷൻ ആണെങ്കിൽ മാത്രമേ ആംഡ് ഫോഴ്സിനെ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നും പറയുന്നുണ്ട്. ആംഡ് ഫോഴ്സിനെ യൂസ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കാനുള്ള അതോറിറ്റി നമ്മുടെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന് മാത്രമായിരിക്കും എന്ന് പറയുന്നുണ്ട്. കാരണം നമ്മൾ 148 പഠിച്ചപ്പോൾ പറഞ്ഞു അവിടെ പോലീസ് ഓഫീസർക്കും അതിനുള്ള അതോറിറ്റി ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ആംഡ് ഫോഴ്സിനെ യൂസ് ചെയ്യണമെങ്കിൽ നമ്മുടെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന് മാത്രമായിരിക്കും അതിനുള്ള അതോറിറ്റി ഉണ്ടാവുക എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ആംഡ് ഫോഴ്സിന്റെ കമാൻഡർ ഓഫീസർ ഉണ്ടാവുമല്ലോ, ആ ഓഫീസർ നമ്മുടെ മജിസ്ട്രേറ്റിന്റെ ഓർഡേഴ്സ് ആയിരിക്കണം പാലിക്കേണ്ടത്. അതായത് ഇവർക്ക് സ്വന്തമായിട്ട് ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി പറ്റില്ല. എന്താണോ നമ്മുടെ മജിസ്ട്രേറ്റ് പറയുന്നത് അതിനനുസരിച്ചിട്ടാണ് ഈ ആംഡ് ഫോഴ്സ് പ്രവർത്തിക്കേണ്ടത് എന്നാണ് ഈ സെക്ഷനിൽ പറയുന്നത്. പിന്നീട് ഈ സെക്ഷനിൽ പറയുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്രയും നെസസറി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഫോഴ്സിനെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഫോഴ്സിനെ യൂസ് ചെയ്യുന്നത് നമുക്ക് ഒറ്റ എയിം മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ഈ അസംബ്ലി ഡിസ്പേഴ്സ് ആയി പോകണം, ആ ഒറ്റ എയിമോട് കൂടെ മാത്രമേ നമ്മൾ ആംഡ് ഫോഴ്സിനെ യൂസ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ പറയുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അസംബ്ലി അൺലോഫുൾ അസംബ്ലി നടത്തിയ ആൾക്കാരെ അത്രയും നെസസറി ആണെങ്കിൽ ഇവരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓർഡർ നമ്മുടെ മജിസ്ട്രേറ്റിന് കൊടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതും ഈ സെക്ഷനിൽ പറയുന്നുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സെക്ഷൻ 150 ആണ്. സെക്ഷൻ 150 പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ ഓഫ് സെർട്ടൈൻ ആംഡ് ഫോഴ്സ് ഓഫീസർ ടു ഡിസ്പേഴ്സ് അസംബ്ലി എന്നുള്ളതാണ്. അതായത് നമ്മുടെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് അവിടെ പ്രസന്റ് അല്ല, അതായത് നമ്മുടെ മജിസ്ട്രേറ്റ് അവിടെ ഇല്ലാത്ത സമയത്താണ് ഈ ഒരു ഗ്രേവ് ആയിട്ടുള്ള അല്ലെങ്കിൽ സഡൻ ആയിട്ടുള്ള ഈ സിറ്റുവേഷൻ സംഭവിക്കുന്നത്. അപ്പൊ ഇത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ത്രെട്ടൻ സംഭവിക്കുന്ന ഉറപ്പ് വരികയാണ്. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മുടെ ആംഡ് ഫോഴ്സിന്റെ കമാൻഡർ ഓഫീസർക്ക് അയാളുടെ ഒരു ഒപ്പീനിയൻ പ്രകാരം അല്ലെങ്കിൽ അയാൾക്ക് അങ്ങനെ തോന്നുകയാണ് നമുക്ക് ഇത് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിനെ നിയന്ത്രിക്കാൻ പറ്റൂ എന്ന് തോന്നുകയാണെങ്കിൽ അപ്പൊ ആ കമാൻഡർ ഓഫീസർക്ക് ഇത് ഡിസ്പേഴ്സ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അയാൾക്ക് സ്വന്തം അധികാരം വെച്ചിട്ട് ഈ ഫോഴ്സിനെ അല്ലെങ്കിൽ ഈ അസംബ്ലിനെ ഡിസ്പേഴ്സ് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്
സെക്ഷൻ 150 പറയുന്നത്. അതുപോലെ തന്നെ ഈ സെക്ഷനിൽ പറയുന്നുണ്ട് അത്രയും നെസസറി ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ മാത്രമേ നമുക്ക് ആംഡ് ഫോഴ്സിനെ യൂസ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ എന്നുള്ളതും, അതുപോലെ തന്നെ നമുക്ക് ഒരാളുടെ പ്രോപ്പർട്ടിയോ ലൈഫോ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടി വരും എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ആണ് വരുന്നതെങ്കിൽ മാത്രമായിരിക്കണം നമ്മൾ ഈ ഫോഴ്സിനെ യൂസ് ചെയ്യേണ്ടത് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ വിവരം എത്രയും പെട്ടെന്ന് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിനെ അറിയിക്കണം എന്നുള്ളത്. അതായത് നമ്മുടെ ആംഡ് ഫോഴ്സിന്റെ ഉദ്യോഗസ്ഥനാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്, അത്രയും നെസസറി ആയ സിറ്റുവേഷൻ ആണ് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഈ വിവരം നമ്മുടെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിനെ അറിയിക്കണം എന്നുള്ളതും ഈ സെക്ഷനിൽ പറയുന്നുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സെക്ഷൻ 151 ആണ്. സെക്ഷൻ 151 പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊട്ടക്ഷൻ എഗൈൻസ്റ്റ് പ്രോസിക്യൂഷൻ ഫോർ ആക്ട് ഡൺ അണ്ടർ സെക്ഷൻ 148 to 150 ആണ്. അതായത് നമ്മൾ ഈ ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ, അതായത് 148-ലും 149-ലും 115-ലും പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും നടക്കുകയാണ്, അതായത് നമ്മുടെ പോലീസ് ഫോഴ്സ് യൂസ് ചെയ്യാണ് അല്ലെങ്കിൽ നമ്മുടെ ആംഡ് ഫോഴ്സ് യൂസ് ചെയ്തിട്ട് നമ്മളൊരു അസംബ്ലി ഡിസ്പേഴ്സ് ചെയ്യാണ്. അപ്പോൾ ഇങ്ങനെ ഡിസ്പേഴ്സ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ആ അസംബ്ലിയിൽ പങ്കെടുത്ത ആൾക്കാർക്കൊക്കെ ചിലപ്പോൾ പരിക്ക് പറ്റാം. കാരണം നമ്മൾ ലാത്തി ചാർജും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഇതിൽ ആൾക്കാർക്ക് വല്ലതും പരിക്ക് പറ്റിയിട്ടുണ്ടാവാം. അപ്പം ഇങ്ങനെ പറ്റിയ ആൾക്കാർ ഈ പോലീസിനോ അല്ലെങ്കിൽ മജിസ്ട്രേറ്റിനോ ആംഡ് ഫോഴ്സിനൊക്കെ എതിരെ കംപ്ലൈൻറ്റ് കൊടുക്കും. അപ്പോൾ ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതായത് നമ്മുടെ മജിസ്ട്രേറ്റിനെയും പോലീസിനെയും ആംഡ് ഫോഴ്സ് ഓഫീസേഴ്സിനെയും പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള സെക്ഷനാണ് സെക്ഷൻ 151 എന്ന് പറയുന്നത്. അതായത് ഇവർ ഈ ചെയ്ത കാര്യം ഗുഡ് ഫെയ്ത്തിനായിരിക്കണം. അതായത് നമ്മൾ ഈ ലാത്തി ചാർജ് നടത്തിയത് ഒരു ഗുഡ് ഫെയ്ത്തിനായിരിക്കണം. അതായത് അവിടെ ഒരു സീരിയസ് ആയിട്ടുള്ള സിറ്റുവേഷൻ നടക്കുമ്പോൾ അതിന് കൂടുതൽ വഷളാവേണ്ടെന്ന് വെച്ചിട്ടായിരിക്കണം ഇവർ ഈ ഫോഴ്സ് യൂസ് ചെയ്തിട്ടുണ്ടാവുക. അപ്പം അങ്ങനെയുള്ള ഹോണസ്റ്റ് ആയിട്ടുള്ള ഗുഡ് ഫെയ്ത്തിനായിട്ടുള്ള സിറ്റുവേഷനിലാണ് ഇവർ പ്രവർത്തിച്ചിട്ടുണ്ടാവേണ്ടതെന്ന് ഇവിടെ പറയുന്നുണ്ട്. പിന്നെ ഈ സംഭവം നടന്നിട്ടുണ്ടാവുക, അതായത് ഈ ലാത്തി ചാർജിൽ ഒരാൾക്ക് കാര്യമായിട്ട് പരിക്കേറ്റു, അയാൾ പിന്നീട് ഇവർക്കെതിരെ കേസ് കൊടുക്കുകയാണ്. അപ്പം ഇങ്ങനെ കേസ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വരുന്നത്, അതായത് ഈ സിറ്റുവേഷൻ നടന്നിട്ടുണ്ടാവേണ്ടത്, ഇയാൾക്ക് ഈ പരിക്ക് പറ്റിയ സിറ്റുവേഷൻ നടന്നിട്ടുണ്ടാവേണ്ടത് നമ്മൾ ഈ അസംബ്ലി ഡിസ്പേഴ്സ് ചെയ്യുന്നതിൻ്റെ ഇടയിലാണ്. അതായത് അന്നേരത്തെ ആ ഒരു ഫോഴ്സിൻ്റെ ഇടയിലാണ്. അല്ലാതെ കുറേ സമയം കഴിഞ്ഞിട്ട് അയാളെ പോയിട്ട് അടിച്ചിട്ടിട്ട് ഇത് അതിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞിട്ട് ആവാൻ വേണ്ടി പാടില്ല എന്നുള്ളതും ഈ സെക്ഷനിൽ പറയുന്നുണ്ട്. പിന്നീട് ഈ ഒരു സെക്ഷൻ്റെ പേർപ്പസ് ആയിട്ട് പറയുന്നത് ലെറ്റ് ദ ഓഫീസർ ഡ്യൂ ദെയർ ഡ്യൂട്ടി എന്നുള്ളതാണ്. അതായത് അവർക്കൊരു പേടിയോട് കൂടാതെ അവരുടെ ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടി പറ്റണം എന്നുള്ളതാണ് ഈ സെക്ഷൻ്റെ ലക്ഷ്യമായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ ഒരു സെക്ഷൻ വെച്ചു എന്ന് വിചാരിച്ചിട്ട് ഇവർ ഈ പവർ ഒരിക്കലും മിസ്യൂസ് ചെയ്യരുതെന്നും ഈ സെക്ഷനിൽ തന്നെ പറയുന്നുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഇതിൻ്റെ രണ്ടാമത്തെ പാർട്ടായ പബ്ലിക് ന്യൂയിസൻസിനെ പറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ സെക്ഷൻ 152 ആണ് പബ്ലിക് ന്യൂയിസൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫസ്റ്റ് സെക്ഷനായിട്ട് വരുന്നത്. 152-ൽ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടീഷണൽ ഓർഡർ ഫോർ റിമൂവൽ ഓഫ് ന്യൂയിസൻസ് ആണ്. അതായത് നമ്മുടെ ന്യൂയിസൻസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കണ്ടീഷണൽ ഓർഡർ നമ്മുടെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് പുറപ്പെടുവിക്കുകയാണ്. അതിനാണ് ഈ സെക്ഷൻ കൊണ്ട് അർത്ഥാക്കുന്നത്. അപ്പം നമ്മൾ പബ്ലിക് ന്യൂയിസൻസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ എന്താണ് ന്യൂയിസൻസ്? ന്യൂയിസൻസ് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ന്യൂയിസൻസ് ആയിട്ട് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ വരുന്നത് ഒബ്സ്ട്രക്ഷൻ ഓഫ് പബ്ലിക് റോഡ്, റിവർ അല്ലെങ്കിൽ ഏതെങ്കിലും വേ, അതായത് നമ്മൾ പോകുന്ന ഏതെങ്കിലും വഴി ഇപ്പം മരങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ച് തടഞ്ഞു വെക്കുക, അതൊരു പബ്ലിക് ന്യൂയിസൻസ് ആണ്. അതുപോലെ തന്നെ ഡേഞ്ചറസ് ആയിട്ടുള്ള ട്രേഡോ ആക്ടിവിറ്റീസോ ഇതും ഒരു പബ്ലിക് ന്യൂയിസൻസ് ആണ്. അതുപോലെ തന്നെ അൺസേഫ് ആയിട്ടുള്ള ബിൽഡിങ്ങുകളോ ട്രീയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ പണിത് വെക്കുക, അല്ലെങ്കിൽ ഒരു മരം ഇങ്ങനെ ഇപ്പം മുറിഞ്ഞു വീഴുന്നുള്ള രീതിയിലാണ് മരത്തിൻ്റെ കൊമ്പ് റോഡിലേക്ക് കിടക്കുന്നത്, ഇതൊക്കെ പബ്ലിക് ന്യൂയിസൻസിൻ്റെ ഭാഗമാണ്. പിന്നീട് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പബ്ലിക് ഹെൽത്തിനും സേഫ്റ്റിക്കും എതിരായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക, അതും ഒരു പബ്ലിക് ന്യൂയിസൻസ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. അപ്പം നമ്മൾ പറഞ്ഞു നമ്മുടെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ഒരു ഓർഡർ, കണ്ടീഷണൽ ഓർഡർ പുറപ്പെടുവിക്കും നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ കണ്ടീഷണൽ ഓർഡർ പുറപ്പെടുവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അപ്പോൾ ഈ ഒരു ഓർഡർ നമുക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ന്യൂയിസൻസ് റിമൂവ് ചെയ്യാം. അതായത് ഇപ്പം എൻ്റെ പറമ്പിലുള്ളൊരു മരം റോഡിലേക്ക് ചാഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പോൾ അത് ഏത് സമയത്തും പൊട്ടിയിട്ട് റോഡിൽ നമ്മുടെ പബ്ലിക് വേ ഒബ്സ്ട്രക്റ്റ് ചെയ്യുന്ന രീതിയിൽ ആവാന്ന് പറഞ്ഞിട്ട് എനിക്ക് കോടതിയിൽ നിന്നൊരു നോട്ടീസ് വരികയാണ്. അപ്പോൾ നോട്ടീസ് വന്നതിന് ശേഷം എനിക്ക് വേണമെങ്കിൽ മരത്തിൻ്റെ കൊമ്പുകൾ മുറിച്ചിട്ട് കോടതിയെ സമീപിക്കാം, ഞാനത് ക്ലിയർ ചെയ്തിട്ടുണ്ട്, ആ ന്യൂസൻസ് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഫിക്സഡ് ടൈമിനുള്ളിൽ എനിക്ക് കോടതിയെ സമീപിക്കാം. ഇനി ഞാൻ അങ്ങനെ ചെയ്തില്ലെങ്കിൽ എനിക്ക് അതിൻ്റെ കൊമ്പ് മുറിക്കാൻ വേണ്ടി പറ്റില്ല, ഇന്ന കാരണങ്ങളാണെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കൊരു ഷോക്കേസ് നോട്ടീസ് നമ്മുടെ കോടതിക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. ഇനി ഇത് രണ്ടും നമ്മൾ ചെയ്തില്ലെങ്കിൽ, അതായത് നമുക്ക് വന്ന ഓർഡർ നമ്മൾ ഒബേ ചെയ്തില്ലെങ്കിൽ ഫർദർ ലീഗൽ ആക്ഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കോടതിക്ക് സാധിക്കും എന്നുള്ളതും ഈ സെക്ഷനിൽ പറയുന്നുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോണത് സെക്ഷൻ 153 ആണ്. സെക്ഷൻ 153-ൽ പറയുന്നത് സർവീസ് ഓർ നോട്ടിഫിക്കേഷൻ ഓഫ് കണ്ടീഷണൽ ഓർഡർ ആണ്. അതായത് നമ്മളൊരു കണ്ടീഷണൽ ഓർഡർ എങ്ങനെയാണ് നോട്ടിഫൈ ചെയ്യുക എന്നുള്ളതാണ്
സെക്ഷൻ 153 പറയുന്നത്. അതായത് ആർക്കാണ് നോട്ടീസ് കൊടുക്കേണ്ടത്, അയാൾക്ക് പേഴ്സണലിയോ അല്ലെങ്കിൽ പബ്ലിക്കായിട്ടോ നോട്ടീസ് കൊടുക്കുന്ന 2 സാഹചര്യങ്ങളാണ് ഉണ്ടാവാറുള്ളത്. അതായത് നമ്മളിപ്പോൾ ഒരു പേഴ്സൺ ആണ് നോട്ടീസ് അയക്കേണ്ടത്, അപ്പോൾ അയാളോടാണ് നമുക്ക് ആ കാര്യങ്ങൾ പറയേണ്ടത്. അപ്പം നമ്മൾ ആ പേഴ്സണ് ഒരു ഓർഡർ പുറപ്പെടുവിച്ചു, ആ ഓർഡറിന് ഒബേ ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് ആ വ്യക്തി നേരിട്ട് വരികയാണെങ്കിൽ അല്ലെങ്കിൽ ആ വ്യക്തി പ്രസൻറ്റ് ആവുകയാണെങ്കിൽ നമുക്ക് ബാക്കിയുള്ള എല്ലാ ഓർഡറുകളും കാര്യങ്ങളും പേഴ്സണലായിട്ട് അറിയിക്കാം. പക്ഷെ നമ്മൾ ഈ ഒരു വ്യക്തിയുടെ ഇത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നിരന്തരമായിട്ട് നോട്ടീസുകൾ അയച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ഇതാക്കുന്നു, പക്ഷേ ഈ വ്യക്തി നോട്ടീസുകളൊന്നും കൈപ്പറ്റുന്നില്ല, ഇതൊന്നും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഈ ഒരു ഓർഡറിന് ഒബേ ചെയ്യാൻ വേണ്ടിയിട്ട് തീരെ താല്പര്യപ്പെടുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു പ്രൊക്ലമേഷൻ നടത്തുമോ അല്ലെങ്കിൽ ആ വ്യക്തി കാണാൻ സാധ്യതയില്ല അല്ലെങ്കിൽ ഒരു പബ്ലിക് പ്ലേസിലൊക്കെ നമുക്ക് ഈ സംഭവങ്ങൾ ഒട്ടിച്ച് വെക്കാനോ സാധിക്കുന്നതാണെന്ന് സെക്ഷൻ 153 പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സെക്ഷനിൽ പറയുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സർവീസ് നടക്കുന്നത് പ്രെസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഒരു മാനറിലായിരിക്കും എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഇത് നമ്മൾ ചെയ്യുന്നതല്ല, അതായത് ഈ നോട്ടീസുകളൊക്കെ നമ്മൾ പബ്ലിക് പ്ലേസിൽ ഒട്ടിച്ച് വെക്കുന്നതൊക്കെ ആ ഒരു പേഴ്സൺ ഇതിനെപ്പറ്റി അറിഞ്ഞു എന്ന് നമുക്ക് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് എന്നാണ് ഈ സെക്ഷനിൽ പറയുന്നത്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് സെക്ഷൻ 154 ആണ്. സെക്ഷൻ 154 എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സൺ ടു ഹൂം കണ്ടീഷണൽ ഓർഡർ ഈസ് അഡ്രസ്ഡ് മേ ഷോക്കേസ് എന്നുള്ളതാണ്. അതായത് നമ്മൾ പറഞ്ഞു നമുക്കൊരു കണ്ടീഷണൽ ഓർഡർ വരികയാണ്, പക്ഷെ നമുക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഷോക്കേസ് നോട്ടീസ് കോടതിയിലേക്ക് അയക്കുകയാണ് നമ്മൾ പറഞ്ഞു. അപ്പം നമ്മൾ ഇത് ആരെ അഡ്രസ്സ് ചെയ്യണം അല്ലെങ്കിൽ നമ്മുടെ ഈ കാര്യങ്ങൾ നമ്മൾ ആരോട് പറയണം എന്നുള്ളതാണ് സെക്ഷൻ 154 പറയുന്നത്. അതായത് നമ്മളൊരു ഫിക്സ്ഡ് ടൈമിനുള്ളിലാണ് ഈ ഷോക്കേസ് നോട്ടീസ് കൊണ്ട് കോടതിയിൽ അപ്പിയർ ചെയ്യുന്നതെങ്കിൽ നമ്മളെ മജിസ്ട്രേറ്റ് നമ്മുടെ ഭാഗം കേൾക്കുന്നതായിരിക്കും. അതായത് നമുക്ക് എന്താണോ പറയാനുള്ളത് എന്നുള്ളത് മജിസ്ട്രേറ്റ് കേൾക്കുന്നതായിരിക്കും എന്നാണ് ഈ സെക്ഷനിൽ പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒബ്ജെക്ഷൻസോ എക്സ്പ്ലനേഷനോ ഉണ്ടെങ്കിൽ അതും നമുക്ക് നമ്മുടെ മജിസ്ട്രേറ്റിനോട് പറയാവുന്നതാണ്. അതുപോലെ തന്നെ മജിസ്ട്രേറ്റ് ഇതിൽ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് ഇത് കേട്ടതിന് ശേഷം മാത്രമേ മജിസ്ട്രേറ്റ് ഇതിനൊരു നെക്സ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള ഡിസിഷൻ എടുക്കൂ എന്നുള്ളതാണ് ഈ സെക്ഷനിൽ പറയുന്നത്. ആ ഡിസിഷൻ എടുക്കുന്നത് നമ്മുടെ നാച്ചുറൽ ജസ്റ്റിസ് പ്രിൻസിപ്പിൾ ഫോളോ ചെയ്തുകൊണ്ടായിരിക്കും എന്നുള്ളതും ഈ സെക്ഷനിൽ പറയുന്നുണ്ട്. പിന്നീട് പബ്ലിക് ന്യൂസൻസുമായി ബന്ധപ്പെട്ട മറ്റൊരു സെക്ഷനാണ് സെക്ഷൻ 155 എന്ന് പറയുന്നത്. സെക്ഷൻ 155 എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെനാൽറ്റി ഫോർ ഫെയിലിയർ ടു കംപ്ലൈ വിത്ത് സെക്ഷൻ 154 ആണ്. അതുപോലെ തന്നെ മറ്റൊരു സെക്ഷനാണ് സെക്ഷൻ 162 എന്ന് പറയുന്നത്. ഇതിലെന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മജിസ്ട്രേറ്റ് മേ പ്രൊഹിബിറ്റ് റിപ്പീറ്റേഷൻ ഓർ കണ്ടിന്യൂവൻസ് ഓഫ് പബ്ലിക് നോയ്സൻസ് എന്നാണ്. അതായത് ഒരു പബ്ലിക് നോയ്സൻസ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അതിനെ പ്രൊഹിബിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള അധികാരം നമ്മുടെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന് ഉണ്ട് എന്നുള്ളതാണ് സെക്ഷൻ 162 പറയുന്നത്. ഇനി അടുത്ത ഏരിയ എന്ന് പറയുന്നത് അർജന്റ് കേസസ് ഓഫ് ന്യൂസൻസ് ആണ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ് സെക്ഷൻ 163 എന്ന് പറയുന്നത്. ഇതിലെന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ ടു ഇഷ്യൂ ഓർഡർ ഇൻ അർജന്റ് കേസസ് ആണ്. അതായത് ഒരു അർജന്റ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നമ്മുടെ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിനോ അല്ലെങ്കിൽ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിനോ അല്ലെങ്കിൽ നമ്മുടെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിനോ ഒരു ഓർഡർ ഇഷ്യൂ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണെന്നാണ് പറയുന്നത്. ഇതിൻ്റെ പേർപ്പസ് എന്ന് പറയുന്നത് നമ്മളൊരു ഹാം പ്രിവെൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ന്യൂസൻസിനോ അല്ലെങ്കിൽ ഒരു ഡിസ്റ്റർബൻസിനോ ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാന്നുള്ള ലക്ഷ്യത്തോടെ മാത്രമായിരിക്കണം നമ്മളിത് ചെയ്യേണ്ടത് എന്നാണ് സെക്ഷൻ 163 പറയുന്നത്. അതുപോലെ തന്നെ ഈ സെക്ഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് പബ്ലിക് പീസിൻ്റെയോ അല്ലെങ്കിൽ പബ്ലിക് സേഫ്റ്റിയുടെയോ ഹ്യൂമൻ ലൈഫിൻ്റെയോ ഹെൽത്തിൻ്റെയോ കാര്യത്തിലോ അല്ലെങ്കിൽ നമ്മുടെ പബ്ലിക് പ്രോപ്പർട്ടിയുടെ കാര്യത്തിലൊക്കെ വരുമ്പോഴാണ് നമുക്ക് ഈ സെക്ഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ ഈ സെക്ഷനിൽ നമുക്ക് ഡിറക്റ്റ് ചെയ്യാനാണ് സാധിക്കുക. അതായത് ഒരു ഓർഡർ ഇടുകയാണ്, അതായത് ഒരാളോട് ഇത് ചെയ്യുക അല്ലെങ്കിൽ ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഓർഡർ ഇടുകയാണ്. അപ്പം നമുക്ക് അവരോട് ടു ഡൂവും ഡു നോട്ട് ഡൂവും പറയാം. അതായത് ചെയ്യാനും ചെയ്യരുതെന്നും പറയാനുള്ള അവകാശം ഇവിടെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരാളുടെ മൂവ്മെൻറ്റ് വേണമെങ്കിൽ റെസ്ട്രിക്റ്റ് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ അയാളുടെ ആക്ടിവിറ്റീസോ ഇതിനൊക്കെ നമുക്ക് വേണമെങ്കിൽ റെസ്ട്രിക്റ്റ് ചെയ്ത് വെക്കാമെന്ന് ഇവിടെ പറയുന്നുണ്ട്. അതായത് അയാളോട് ഇത് ചെയ്യരുതെന്ന് പറയാനുള്ള അവകാശം നമുക്കുണ്ട്. അതുപോലെ തന്നെ വിത്തൗട്ട് നോട്ടീസിൽ നമുക്ക് ഈ ഒരു ഓർഡർ പാസ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതായത് നമുക്കൊരു സ്പെസിഫിക് പേഴ്സണോട് പറയാം, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിനോട് പറയാം, അല്ലെങ്കിൽ ഒരു ഏരിയയിലുള്ള മൊത്തം ആൾക്കാരോട് ഇത് ചെയ്യരുതെന്ന് പറയാം, അല്ലെങ്കിൽ ഒരു ഏരിയയിൽ മൊത്തം നിൽക്കുന്ന ആൾക്കാരോട് ഇന്ന കാര്യം ചെയ്യണമെന്ന് പറയാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി പറയുന്നത് ഇപ്പോൾ ഒരു ഹ്യൂമൻ ലൈഫിൻ്റെയും ഹെൽത്തിൻ്റെയും കാര്യത്തിൽ. അപ്പോൾ അവിടെ ഒരു പ്രദേശത്ത് മൊത്തം ഒരു അസുഖം പടർന്നു പിടിക്കുകയാണ്. അപ്പോൾ ആ പ്രദേശത്ത് മൊത്തം നിൽക്കുന്ന ആൾക്കാരോട് നമുക്ക് വേണമെങ്കിൽ മാസ്ക് ധരിക്കണം എന്ന് പറയാം. അപ്പം അങ്ങനെ പറയാം, ചെയ്യണമെന്ന് പറയാം. ഇപ്പം അവരോട് നമുക്ക് നിങ്ങൾ അങ്ങോട്ട് പോകരുത് എന്ന് പറയാം, വേറെ സ്ഥലത്തേക്ക് പോകരുത് എന്ന് പറഞ്ഞിട്ട് അവരെ റെസ്ട്രിക്റ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. അപ്പം നമുക്കൊരു സ്പെസിഫിക് പേഴ്സണോടോ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനോടോ അല്ലെങ്കിൽ നമുക്കൊരു ഏരിയയിലുള്ള മൊത്തം ആൾക്കാരോടോ ഇത് ചെയ്യണമെന്നോ ചെയ്യരുതെന്നോ പറയാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് ഈ സെക്ഷനിൽ പറയുന്നത്.
പിന്നീട് ഇതിൽ പറയുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സെക്ഷൻ വാലിഡ് ആവുന്നത്, അതായത് ഈ ഒരു ഓർഡർ വാലിഡ് ആവുന്നത് ഒരു ഷോർട്ട് പീരീഡിലേക്ക് മാത്രമായിരിക്കും, അല്ലാതെ ഒരു ലോങ് പീരീഡിലേക്കൊന്നും ഇത് വാലിഡ് ആവുന്ന കാര്യമല്ല എന്ന് ഇവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സെക്ഷൻ പ്രിവെൻറ്റീവ് നേച്ചറിലുള്ളതാണ്, അല്ലാതെ പ്യൂണിറ്റീവ് നേച്ചറിലുള്ള കാര്യമല്ല. അതായത് ഇന്നത് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ശിക്ഷ കിട്ടുന്നൊന്നും ഇവിടെ പറയാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ് ഈ സെക്ഷനിൽ പറയുന്ന മറ്റൊരു കാര്യമായിട്ട് വരുന്നത്. ഇനി ലാസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് ഡിസ്പ്യൂട്ട് ആസ് ടു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എന്നുള്ളതാണ്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 സെക്ഷൻസ് ആണ് വരുന്നത്. ഫസ്റ്റ് വൺ വരുന്നത് സെക്ഷൻ 164 ആണ്. സെക്ഷൻ 164 എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊസീജിയർ വെയർ ഡിസ്പ്യൂട്ട് കൺസേണിങ് ലാൻഡ് ഓർ വാട്ടർ ഈസ് ലൈക്ലി ടു കോസ് ബ്രീച്ച് ഓഫ് പീസ് എന്നുള്ളതാണ്. അതായത് ഒരു വെള്ളത്തിനോ അല്ലെങ്കിൽ ഒരു പ്രദേശത്തിനോ ഒരു ലാൻഡിനോ പറ്റിയിട്ടുള്ള ഒരു ഡിസ്പ്യൂട്ട് നടക്കുകയാണ്. അപ്പോൾ ഈ ഡിസ്പ്യൂട്ട് വഷളാവുകയാണെങ്കിൽ നമ്മുടെ ഒരു പബ്ലിക് പീസിനെ തന്നെ ബാധിക്കാനുള്ള ചാൻസ് ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള ആക്ഷൻസ് എടുക്കാനുള്ള അധികാരം നമ്മുടെ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന് ഉണ്ട് എന്നുള്ളതാണ് ഈ സെക്ഷനിൽ പറയുന്നത്. അപ്പോൾ ഇനി വരുന്ന സെക്ഷൻ 165 ആണ്. ഇതിലെന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ ടു അറ്റാച്ച് സബ്ജക്റ്റ് ഓഫ് ഡിസ്പ്യൂട്ട് ആൻഡ് അപ്പോയിൻമെൻറ്റ് എ റിസീവർ എന്നുള്ളതാണ്. അതായത് ഈ ഡിസ്പ്യൂട്ട് നടക്കുന്ന സ്ഥലത്തെ പ്രോപ്പർട്ടിയോ ലാൻഡോ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അധികാരം നമ്മുടെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന് ഉണ്ട് എന്നുള്ളതാണ് ഈ സെക്ഷനിൽ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ അറ്റാച്ച് ചെയ്യുന്ന പ്രോപ്പർട്ടിക്ക് ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു റിസീവറെ നമ്മൾ അപ്പോയിൻമെൻറ്റ് ചെയ്യാണ്. അപ്പോൾ ഇയാൾ ഈ പ്രോപ്പർട്ടി, അതായത് ഈ പ്രശ്നം റിസോൾവ് ആവുന്നത് വരെ ഈ പ്രോപ്പർട്ടി നോക്കി നടത്താനുള്ള അധികാരം ഈ ആൾക്കാണ് ഉണ്ടാവുക. അതായത് നമ്മുടെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് അപ്പോയിൻമെൻറ്റ് ചെയ്യുന്ന ടെമ്പററി ആയിട്ടുള്ള ആ ഓണറിനാണ് ഉണ്ടാവുക. ഇതൊരിക്കലും ഒരു ഒറിജിനൽ ഓണർഷിപ്പോ അല്ലെങ്കിൽ ഫൈനൽ സെറ്റിൽമെൻറ്റോ ആയിരിക്കില്ല എന്നുള്ളത് ഈ സെക്ഷനിൽ തന്നെ പറയുന്നുണ്ട്. അതായത് ടെമ്പററി ആയിട്ട് ഈ ഒരു പ്രശ്നം പരിഹരിക്കുന്നത് വരെ മാത്രമായിരിക്കും അയാൾ അതിൻ്റെ ഓണറായിട്ട് ഉണ്ടാവുക എന്നുള്ളതും ഈ സെക്ഷനിൽ പറയുന്നുണ്ട്. അപ്പോൾ മെയിൻ്റനൻസ് ഓഫ് പബ്ലിക് ഓർഡർ ആൻഡ് ട്രാങ്ക്വിലിറ്റി എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഭാഗങ്ങളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് കമൻറ്റ് ചെയ്യുക.